തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികളിലെല്ലാം വലിയ കൂടുമാറ്റങ്ങളും വലിയ തരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. ഏറ്റവും ഒടുവിൽ CPM-ന്റെ ഭാഗത്തു നിന്ന് രണ്ട് വലിയ പ്രഷറുകൾ ആ പാർട്ടിക്കകത്ത് തന്നെ ഉൾപാർട്ടി ജനാധിപത്യപരമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തകൾ വരികയാണ്. അതിലൊന്ന് ഏറ്റവും തലമുതിർന്ന CPM-ന്റെ നേതാവും ആലപ്പുഴയിൽ പാർട്ടിയിൽ 10-60 വർഷക്കാലത്തോളം പ്രവർത്തിച്ചു വരികയും ഒക്കെ ചെയ്തിരുന്ന G. സുധാകരൻ ഇന്ന് അല്പം മുമ്പ് നടത്തിയിട്ടുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയുള്ള ഒരു എഴുത്താണ്. കൃത്യമായി അദ്ദേഹം ഏറെക്കാലമായി പാർട്ടിയുമായി അത്ര നല്ല ബന്ധത്തിലല്ല എന്ന അഭ്യൂഹങ്ങളൊക്കെ പരന്നുകൊണ്ടിരിക്കുന്നതിനെ സ്ഥിരീകരിക്കുന്ന തരത്തിലേക്കാണ് അദ്ദേഹത്തിൻ്റെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത് എന്നാണ്. അദ്ദേഹം പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുന്നു എന്നതിനപ്പുറം പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനെതിരെ വളരെ ശക്തമായിട്ടുള്ള ആരോപണം കൂടി ഉന്നയിച്ചു വരുന്നു എന്നതും പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. താനുമായി ആലപ്പുഴയിൽ ഞാൻ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്നു. ഞാനിപ്പോൾ ഒരു ലോക്കൽ കമ്മിറ്റിയിൽ പോലും ഇല്ല, നേരെ മറിച്ച് ബ്രാഞ്ച് കമ്മിറ്റിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പോലും ഏതെങ്കിലും തരത്തിൽ 4-5 വർഷക്കാലമായി, പ്രത്യേകിച്ച് CPM-ന്റെ ഭരണമൊക്കെയുള്ള ഒരു ഘട്ടം കൂടിയായിട്ടും 5 വർഷക്കാലത്തോളം ജില്ലാ കമ്മിറ്റി അദ്ദേഹത്തെ ഒരു പരിപാടിയിൽ പോലും തയ്യാറാക്കിയില്ല എന്നതുൾപ്പെടെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് നിരോധനം ലംഘിച്ച് പ്രകടനം നടത്തി അറസ്റ്റും ജയിൽവാസവും ലോക്കപ്പ് മർദ്ദനവും BIR കേസ് ഉൾപ്പെടെ അനുഭവിച്ച് ജില്ലയിൽ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരാളാണ് താൻ. അങ്ങനെയുള്ള ഒരാളായിട്ട് പോലും EMS ഹാളിൽ വെച്ചുകൊണ്ട് അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികം നടന്ന സമയത്ത് തന്നെ പരിഗണിച്ചില്ല, ഉൾക്കൊള്ളിച്ചില്ല എന്നൊക്കെ പറയുന്നു. പാർട്ടിയുടെ ഒരു മുതിർന്ന ആൾ G. സുധാകരൻ്റെ അച്ഛനെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയപ്പോൾ അതിനെ ചോദ്യം ചെയ്യാനോ അതിന് ഏതെങ്കിലും തരത്തിൽ നടപടിയെടുക്കാനോ പാർട്ടി തയ്യാറാവുന്നില്ല, തൻ്റെ അഭിപ്രായങ്ങൾ കേൾക്കുന്നില്ല. ഇങ്ങനെയൊക്കെ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നു. ഒപ്പം MV ഗോവിന്ദൻ മാസ്റ്ററുമോട് മാധ്യമപ്രവർത്തകർ G. സുധാകരൻ്റെ നിലപാടിനെ കുറിച്ച് പറയുമ്പോൾ അതൊരു പരിഗണനാ വിഷയമല്ല എന്ന് പറഞ്ഞ് പുച്ഛിച്ച് ചിരിച്ചു തള്ളുകയാണ് എന്നൊക്കെയാണ് G. സുധാകരൻ പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടിയെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ടുള്ള VS സുരേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെയും PK കുഞ്ഞാലിക്കുട്ടിയെയും സന്ദർശിച്ചു എന്നുള്ളതാണ്. മലമ്പുഴയിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയാകും. അതേസമയം തന്നെ അരുൺകുമാർ, VS-ന്റെ മകൻ അരുൺകുമാറിനെ അവിടെ CPM ബദലായി മത്സരിപ്പിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ സുരേഷ് കുമാർ മത്സരത്തിൽ നിന്ന് പിന്മാറും എന്ന തരത്തിലുള്ള വാർത്തകൾ പല തരത്തിൽ വന്നിരുന്നതാണ്. എന്നാൽ അന്ന് ഈ ചോദ്യത്തോട് സുരേഷ് കുമാർ പ്രതികരിച്ചത് അരുൺകുമാർ അവിടെ മത്സരിക്കുകയാണെങ്കിൽ ഞാൻ ഉണ്ടാകില്ല എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അരുൺകുമാർ ഇനി ആ മണ്ഡലത്തിൽ മത്സരിക്കുവാനുള്ള സാധ്യത അറിയിച്ചതോ അറിയിക്കാതിരിക്കുന്നതോ അല്ലെങ്കിൽ പാർട്ടി പരിഗണിക്കാതിരിക്കുന്നതോ ആയിട്ടുള്ള സൂചനകൾ ലഭ്യമായതുകൊണ്ടായിരിക്കണം സുരേഷ് കുമാർ ഇതാ UDF നേതാക്കളുടെ വീടുകളിൽ എത്തിയിരിക്കുന്നു. ഇതിനർത്ഥം സുരേഷ് കുമാർ തീർച്ചയായിട്ടും UDF-ൽ നിന്ന് വിട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, P. ശശിയുടെ ഒരു RMP പോലെയുള്ള ഒരു പാർട്ടി പാലക്കാട് ജില്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കും. അങ്ങനെയാണെങ്കിൽ സുരേഷ് കുമാറും P. ശശിയും ഉൾപ്പെടെയുള്ള ഒരു ടീം ഒരു പുതിയ ഒരു ഇടതുപക്ഷ ബദൽ RMP പോലെ വന്ന് RMP ഒരു വലിയ ഒരു സഖ്യമാക്കിയൊക്കെ വരുന്നൊരു സാഹചര്യം UDF തയ്യാറാക്കുമോ എന്ന് വെച്ചാൽ UDF-നകത്തും ഒരു ഇടത് ബദൽ സംവിധാനം കടന്നു വരുമോ എന്നതൊക്കെ നമ്മൾ രാഷ്ട്രീയമാണ്, ഒന്നും നമുക്ക് തള്ളാൻ പറ്റില്ല, ഒന്നും നമുക്ക് ഉറപ്പിക്കാനും പറ്റില്ല. എങ്കിൽ പോലും അത്തരത്തിലുള്ള സാധ്യതകൾ, പ്രത്യേകിച്ച് P. ശശി വരുന്ന ഒരു ഭാഗത്ത്, മറ്റൊന്ന് ഈ പറയപ്പെടുന്ന സുരേഷ് കുമാർ കടന്നു വരാവുന്ന സാഹചര്യമുണ്ടായാൽ ഇവർ രണ്ടുപേരും പാലക്കാട് ജില്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അതോടൊപ്പം തന്നെ മറ്റ് അസ്വസ്ഥരായിട്ടുള്ള ആളുകളെയൊക്കെ പാർട്ടിക്കകത്തേക്ക് കൊണ്ടുവന്ന് ഇടതുപക്ഷം, VD സതീശൻ എല്ലായ്പ്പോഴും പറയുന്നത് വലതുപക്ഷത്തിലെ യഥാർത്ഥ ഇടതുപക്ഷമാണ് ഞങ്ങൾ എന്നൊക്കെ VD സതീശൻ പലപ്പോഴായിട്ട് പറയുന്നതാണ്. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ ഒരു പുതിയ നീക്കുപോക്കുകൾ ഇടതുപക്ഷത്തിൽ നിന്നുള്ള അസ്വസ്ഥരായ ആളുകളെ കൊണ്ടുവന്ന് കോൺഗ്രസിനകത്ത് അല്ലെങ്കിൽ UDF-നകത്ത് ഒരു വിപുലീകരണം നടത്തുമോ എന്നതൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും സാധ്യതകളും സാഹചര്യങ്ങളും ഉരുത്തിരിഞ്ഞു വരികയാണ്. പാർട്ടിയിൽ അസ്വസ്ഥരായ ആളുകൾ, CPM-നകത്ത് അസ്വസ്ഥരുടെ ഒരു വലിയ പുകച്ചിലുകൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിലിൽ എത്തി നിൽക്കുമ്പോൾ ഉയർന്നു കേൾക്കുന്നു എന്നതും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഈ രണ്ട് പേരുകൾ, ഒന്ന് VS സുരേഷ് കുമാറിൻ്റെയും അതോടൊപ്പം തന്നെ ഈ പറയപ്പെടുന്ന P. ശശിയുടെയും ഒക്കെ നീക്കങ്ങളെ
വളരെ കൃത്യമായിട്ട് കാണേണ്ടതുണ്ട്. അതിലേക്കാണ് ജി സുധാകരൻ എന്ന് പറയുന്ന CPM-ന്റെ മുൻ മന്ത്രിയായിരുന്ന, CPM-ന്റെ ഉന്നത ഘടകങ്ങളിൽ പ്രവർത്തിച്ചു വന്നിരുന്ന, നിലപാടുകൾ കൊണ്ട് എപ്പോഴും കേരളത്തിനകത്ത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു വ്യക്തി, ആ ആലപ്പുഴയിൽ മുതിർന്ന നേതാവ് എന്ന ആ ഒരു പ്രതിച്ഛായയിൽ നിൽക്കുന്ന വ്യക്തി കൂടി പാർട്ടിയോട് അസ്വസ്ഥത പ്രകടിപ്പിക്കുമ്പോൾ പാർട്ടിക്കകത്ത് ഒരു വലിയ വിസ്ഫോടനങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നു എന്ന തരത്തിലുള്ള ചില സംശയങ്ങളും പുകമറകളുമൊക്കെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, പല മുതിർന്ന നേതാക്കളും പാർട്ടിക്കകത്ത് അസ്വസ്ഥമായിരുന്നു എന്നത് പുറത്തേക്കുള്ള ഒരു അരമന രഹസ്യമായിട്ട് തുടരുകയാണ്. പല സീനിയർ നേതാക്കളുടെയും ശബ്ദങ്ങൾ ഇക്കഴിഞ്ഞ 5 വർഷക്കാലം നമ്മൾ കേട്ടിരുന്നില്ല. പകരം പുതിയ ജൂനിയർ ആയിട്ടുള്ള മന്ത്രിമാർ, പാർട്ടിയുടെ പുതിയ മുഖങ്ങളൊക്കെയാണ് പല പ്രസ്താവനകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ മുതിർന്ന നേതാക്കൾ എവിടെയാണ് ഈ 5 വർഷക്കാലം എന്ന് ചോദിച്ചാൽ അവരെ ആരും നമ്മൾ കണ്ടിരുന്നില്ല. ഇനി അവരൊക്കെ സുധാകരനെ പോലെയുള്ള ഒരാൾ ധൈര്യം സംഭരിച്ച് പാർട്ടിയിലോട് മുന്നോട്ട് വരികയാണെങ്കിൽ ആ തരത്തിൽ അസ്വസ്ഥമായി നിൽക്കുന്ന ആളുകൾ പുതിയ ശബ്ദമായി വരുമോ എന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്. അതിൻ്റെ സൂചനകളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നാലും പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കാത്തിരുന്ന് കാണാം.